33 ഗ്രാം MDMAയും 23 കിലോഗ്രാം കഞ്ചാവുമാണ് കണ്ടെടുത്തത്. രണ്ട് മാസമായി ഈ ജിംനേഷ്യം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാംഗ്ലൂർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ കഞ്ചാവും MDMAയും എത്തിച്ചിരുന്നതെന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. നമസ്കാരം. ജിംനേഷ്യത്തിൻ്റെ മറവിൽ MDMAയും കഞ്ചാവും കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ജിംനേഷ്യം ട്രെയിനറെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എറണാകുളം മരവട്ടിച്ചോടിന് സമീപം പ്രവർത്തിക്കുന്ന പവർ ജിം എന്ന ജിംനേഷ്യത്തിലെ ട്രെയിനറായ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ നൌഷാദിനെയാണ് എറണാകുളം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 33 ഗ്രാം MDMAയും 23 കിലോഗ്രാം കഞ്ചാവുമാണ് കണ്ടെടുത്തത്. ഇയാൾ ഈ ജിംനേഷ്യത്തിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു എന്നാണ് എക്സൈസ് സംഘം പറഞ്ഞത്. 2 മാസമായി ഈ ജിംനേഷ്യം അടച്ചിട്ടിരിക്കുകയാണോ, അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഈ ജിംനേഷ്യത്തിനകത്ത് തന്നെയാണ് ഇയാൾ ഈ കഞ്ചാവും അതുപോലെ തന്നെ MDMAയും സൂക്ഷിച്ചിരുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഇയാൾക്ക് ഈ കഞ്ചാവും MDMAയും എത്തിച്ചു കൊടുത്തിരുന്നത് മലപ്പുറം കോഡൂർ സ്വദേശിയായിട്ടുള്ള വിനോദ് എന്നയാളാണ്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്കായി എക്സൈസ് സംഘം ഈ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ബാംഗ്ലൂർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ കഞ്ചാവും MDMAയും എത്തിച്ചിരുന്നതെന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇയാൾ ഇവിടെ ഒരു കച്ചവടം നടത്തി വരികയായിരുന്നു. ഈ ജിംനേഷ്യത്തിൽ വന്നുകൊണ്ടിരുന്ന ആളുകൾക്കും ഇയാൾ MDMAയും അതുപോലെ ഈ കഞ്ചാവും കച്ചവടം നടത്തിയിരുന്നു എന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് യുവാക്കൾക്കും മറ്റുമൊക്കെ ഇയാൾ സ്ഥിരമായി ഈ ലഹരി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു എന്നുമാണ് എക്സൈസ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം എത്തി പരിശോധന നടത്തിയത്. മരവട്ടിച്ചോടിലാണ് ഈ ജിംനേഷ്യം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉടമ പറയുന്നത് ഇയാൾ 2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്കായി എത്തി. നേരത്തെ ഈ ജിംനേഷ്യത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടെ എക്സസൈസും മറ്റുമൊക്കെ ചെയ്യുവാനായി എത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതൊക്കെ പൂർത്തിയായതിനു ശേഷം 2 മാസം മുമ്പാണ് ഇയാൾക്ക് ഇവിടെ ട്രെയിനറായി ജോലി വേണമെന്നുള്ള ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തുന്നത്. പക്ഷേ ആ സമയം അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഈ ജിംനേഷ്യം അടച്ചിടുകയായിരുന്നു. ഈ അടച്ചിട്ട സമയത്ത് 2 മാസത്തിന് ശേഷമേ തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം താമസിക്കാൻ ഒരു സ്ഥലം തരാമോ എന്ന് ഈ നൌഷാദ് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉടമ ഈ ജിംനേഷ്യം തൽക്കാലം അയാൾക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ടും കൂടെ തുറന്നു കൊടുത്തത്. ഇതിനിടയിലാണ് ഈ ഉടമ അറിയാതെ കഞ്ചാവും MDMAയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നാണ് ഈ ഉടമ എക്സൈസിനോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എക്സൈസ് എത്തി ഈ അടഞ്ഞു കിടന്നിരുന്ന ജിംനേഷ്യം തുറന്നപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച അയാൾ കണ്ടത്. ഇത്തരത്തിൽ 23 കിലോയോളം കഞ്ചാവും 33 ഗ്രാം MDMAയും സൂക്ഷിച്ചിരിക്കുന്നതായിട്ട്. എന്തായാലും എക്സൈസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഈ ജിംനേഷ്യത്തിൻ്റെ മറവിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കഞ്ചാവിൻ്റെയും MDMAയുടെയും വിൽപ്പന നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ജിംനേഷ്യമൊക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായി പരിശോധനകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ഈ ജിംനേഷ്യത്തിൽ വരുന്ന ആളുകൾക്ക് സ്ട്രെങ്ത് കിട്ടുവാൻ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ കൊടുക്കുന്നതെന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇത്തരത്തിൽ ഇത് വിശ്വസിച്ച് പലരും ഇത്തരത്തിൽ MDMAയും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നു. പിന്നീട് ഇതിന് സ്ഥിരം അടിമകളായി മാറുകയാണ് എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ MDMAയും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിൽ ഈ ജിംനേഷ്യത്തിലൊക്കെ വരുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് ആദ്യം ചെയ്യുവാനൊക്കെ വലിയ ശക്തിയായിരിക്കും. അതായത് ഈ ഭാരമൊക്കെ എടുത്തുയർത്താൻ വളരെ സിമ്പിളായി കഴിയും. എന്നാൽ കുറേ കഴിയുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും പല വാർത്തകളും കണ്ടാണ് ജിംനേഷ്യത്തിൽ പലരും കുഴഞ്ഞു വീണ് മരിക്കുന്നതെന്ന്. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ആവാം ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം ലഹരി ഉപയോഗിച്ചുകൊണ്ട് ജിംനേഷ്യത്തിലൊന്നും എക്സസൈസ് ചെയ്യരുത് എന്നും എക്സൈസ് സംഘം പറയുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. വ്യാപകമായ പരിശോധന ഇനിയും തുടരുമെന്നും ഈ ഒളിവിൽ പോയിരിക്കുന്ന വിനോദിനായിട്ടുള്ള വല വിരിച്ചിരിക്കുകയാണെന്നും എക്സൈസ് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.